എല്ലാവരെയും ഇന്ന് വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനകൾക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ പ്രഭാതത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങേ ആത്മാവിന്റെ സത്യത്തിലെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, ഹൃദയങ്ങൾ കൊണ്ട് കർത്താവെ ഒരുമിപ്പാൻ തക്കൊണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രതിസന്ധിയിൽ അങ്ങയോട് യാചിപ്പാനും അങ്ങേ ആരാധിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആരാധനയിൽ ആദ്യ അവസാനത്തോളം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആരാധന ഏറ്റവും അനുഗ്രഹമെന്ന് പറയുവാൻ തക്കൊണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങ് ആരാധനാലയങ്ങളാക്കി മാറ്റിയപ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ നിറയുവാൻ തക്കൊണ്ട് സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനം 1 പാടാം. കീർത്തനം 1. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ.
കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിരിക്കുന്ന സകലവിധ പാപങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് നിരപ്പാക്കാൻ ഒരു നിമിഷം അവരുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് താഴെ വരുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുകൊള്ളാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ തെറ്റി ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിന്മേൽ ഭക്തിയോടും നീതിയോടും സുഖബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുമൂലം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കായുള്ള പാഠങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. Hear the word of God, as it is written in the book of Exodus, chapter 18, verses 13 to 27. I repeat, the book of Exodus, chapter 18, verses 13 to 27. The next day, Moses sat as a judge for the people, while the people stood around him from morning until evening. When Moses' father-in-law saw all that he was doing for the people, he said, "What is this that you are doing for the people? Why do you sit alone while all the people stand around you from morning until evening?" Moses said to his father-in-law, "Because the people come to me to inquire of God. When they have a dispute, they come to me, and I decide between one person and another, and I make known to them the statutes and the instructions of God." Moses' father-in-law said to him, "What you are doing is not good. You will surely wear yourself out, both you and these people with you, for the task is too heavy for you. You cannot do it alone. Now listen to me, I will give you counsel, and God be with you. You should represent the people before God, and you should bring their cases before God.
Teach them the statutes and instructions and make known to them the way they are to go and the things that they are to do. You should also look for able men among the people, men who fear God, who are trustworthy and hate dishonest gain. Set such men over them as officers of thousands, hundreds, fifties, and tens. Let them sit as judges for the people all the time. Let them bring every important case to you, but decide every minor case themselves. So it will be easier for you, and they will bear the burden with you. If you do this, and God so commands you, then you will be able to endure, and all these people will go to their home in peace. So Moses listened to his father-in-law and did all that he had said. Moses chose able men from all Israel and appointed them as heads over the people, as officers over thousands, hundreds, fifties, and tens. They judged the people at all times. Hard cases they brought to Moses, but any minor case they decided themselves. Then Moses let his father-in-law depart, and he went off to his own country. Here ends the Bible reading. Psalm 147 verses 1 to 11. Psalm 147 verses 1 to 11. How good it is to sing praises to our God, for He is gracious and a song of praise is fitting. The Lord builds up Jerusalem, He gathers the outcasts of Israel. He heals the brokenhearted and binds up their wounds. He determines the number of the stars, He gives to all of them their names. Great is our Lord and abundant in power. His understanding is beyond measure. The Lord lifts up the downtrodden, He casts the wicked to the ground. Sing to the Lord with thanksgiving, make melody to our God on the lyre. He covers the heavens with clouds, prepares rain for the earth, makes grass grow on the hills. He gives to the animals their foods, and to the young ravens when they cry. His delight is not in the strength of the horse, nor his pleasure in the speed of a runner. But the Lord takes pleasure in those who fear Him, in those who hope in His steadfast love. Praise be to God. Amen. Today's second lesson is taken from the second epistle of Paul, the Apostles to the Corinthians, chapter 8, verses 1 to 15. We want you to know, brothers, about the grace that has been given among the churches of Macedonia. For in a severe test of affliction, their abundance of joy and their extreme poverty have overflowed in a wealth of generosity on their part. For they gave according to their means, as I can testify, and beyond their means of their own accord, begging us earnestly for the favor of taking part in the relief of the saints, and this not as we expected, but they gave themselves first to the Lord, and then by the will of God to us. Accordingly, we urge Titus that as he started, so he should complete among you this act of grace. But as you excel in everything, in faith, in speech, in knowledge, in all earnestness, and in love for you, see that you excel in this act of grace also. I say this not as a command, but to prove by the earnestness of others that love is also genuine. For you know the grace of our Lord Jesus Christ, that though He was rich, yet for your sake He became poor, so that you by His poverty might become rich. And in this matter I give my judgment. This benefits you who a year ago started not only to do this work, but also desired to do this. So now finish doing it as well, so that your readiness is desiring it may be matched by your completing it out what you have. For if the readiness is there, it is acceptable according to what a person has, not according to what he does not have. For I do not mean that others should be eased and you burdened, but that as a matter of fairness. Your abundance at the present time should supply their need, so that their abundance may supply your need, that there may be fairness. As it is written, whoever gathered much had nothing left over, whoever had gathered little had no lack. Here ends the second lesson. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം
25 അധ്യായം 14 മുതൽ 30 വരെയുള്ള ദൈവിക വചനങ്ങളെ കേൾക്കും. Gospel according to Saint Matthew, chapter 25, verses 14 to 30. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1 എന്നിങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞതിന് ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതരാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെയുള്ളവന് ഏറ്റവും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തുകളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവി, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിങ്ങൾ കേട്ടത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ നിനക്ക് സ്തുതിയായിരിക്കട്ടെ. ജ്ഞാനകീർത്തനം 219. കീർത്തനം 219. എന്നേശുതൻ വീരധീര സ്നേഹമാർക്കുവാനിക്കാം തന്നംബികെ ചെറങ്ങായതറിഞ്ഞോർക്കുത്താൻ സാധ്യം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ പാപാവിനുടെ ദോഷത്തെ തീർത്താമോദം നൽകി പാപാന്ധ ശക്തിയെ നീടാനുള്ള ആത്മാവും നൽകി യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ വിശ്വാസമൂടൽ പതാളിയെ ഞാൻ പ്രാർത്ഥന
യേശു കൊണ്ടുപോകുമെന്നേ തൻ പിതാവിൻ വീടത്. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. മനോഹരമായ ഈ ഞായറാഴ്ച ആരാധനയിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് അവസരം നൽകിയ എല്ലാ ദൈവമക്കളോടും പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്ന് മഹാടവകയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം സ്റ്റിവാർഡ്ഷിപ്പ്, റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെൻറ്റ്, കാര്യവിചാരത്വം, ഉത്തരവാദിത്വം, പൂർണ്ണ വിനിയോഗം. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കുമ്പം ഇഷ്ടം പോലെ ടാലന്റുകൾ നമുക്ക് കാണാൻ ഒക്കുന്നുണ്ട്. അത് നമ്മളെ ഇന്ത്യൻ ഐഡലായിരിക്കാം, അമേരിക്ക ഗോട്ട് ടാലന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പം ഇന്ത്യ സ്റ്റാർ സിംഗർ കോമഡി ഷോ ആയിരിക്കാം. ഇത്രയൊക്കെ ടാലന്റുകൾ നമ്മൾ കാണുമ്പം നമ്മൾ മനസ്സിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്, കർത്താവേ ഇതിൻ്റെ പകുതി പോലും ഞങ്ങൾക്ക് ടാലന്റ് തന്നിട്ടില്ല. അങ്ങനെ നാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തിരുത്താനുള്ള ഒരു ദിവസവുമായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: To one he gave 5 talents, to another 2, and to another 1, to each according to his ability. ഒന്നാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സ്റ്റിവാർഡ്ഷിപ്പ് ഇസ് അബൌട്ട് ഹാൻഡ്ലിംഗ് ദ റിസോഴ്സസ്. ടാലന്റ് എന്ന് പറഞ്ഞാൽ ഈ 1-ാം നൂറ്റാണ്ടിലെ അനുസരിച്ച് ഇറ്റ് ഇസ് എ മോണിറ്ററി യൂണിറ്റ്, പണത്തിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത്. സോ ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 15 വർഷത്തെ ശമ്പളമാണ്. 1 talent വാസ് ഈക്വൽ ടു ദ വേജസ് ഓഫ് 15 years. അങ്ങനെ നാം ചിന്തിക്കുവാണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഈ ഒന്നാമത്തെ മനുഷ്യന് 5 talent കൊടുത്തപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 75 വർഷം ജീവിക്കാനുള്ള, നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാം പണം യജമാനൻ ഇദ്ദേഹത്തിന് നൽകിയിരുന്നു. 15-ാം വാക്യം ഇവിടെ പറയുന്നത് God has given each one different resources according to your and according to my ability. And we are not at all equal in terms of talent, gifts, opportunities or resources. ഇവിടെ കടന്നു വന്നിരിക്കുന്ന you may have more education, you may have more connection, you may have more beauty, you may have more opportunity, the health, you may have more strength, you may have more leadership qualities, and I may have less of those that I have said right now. നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെയുള്ള ടാലന്റ് എന്താ തരാതിരുന്നത്? പിന്നെ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാനുള്ള വകുപ്പ് ആർക്കുള്ളത്? ഹൂ മേഡ് ദിസ് ഡിസിഷൻ? അങ്ങനെ വരുമ്പം ബൈബിള് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഗോഡ് മേഡ് ഡിസിഷൻ. അങ്ങനെ ആകുമ്പം രണ്ടാമത്തെ ചോദ്യം, വൈ ഡിഡ് ഹി ഗിവ് 5 talents to you and why did he give 1 talent to me? അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉത്തരവും because God wanted to. ദൈവത്തിന് അതായിരുന്നു താല്പര്യം. എനിക്ക് നിങ്ങൾക്കും ഉള്ള 2 ചോയ്സ് ഉള്ളൂ. We have 2 choice. Either I can mourn about my situation and use it as an excuse, or I can accept it and do what I can. ദൈവം നൽകിയിരിക്കുന്ന ഈ ടാലന്റിനെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ വിഷമിക്കാം. ദേണ്ട അപ്പുറത്ത് നോക്ക്, എൻ്റെ അയൽക്കാരനെ ഒന്ന് നോക്കിക്കേ, എത്രയൊക്കെ ടാലന്റാ, അവൻ്റെ വളർച്ച നോക്കിക്കേ. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞ് ജീവിത ആയുഷ്കാലം നമുക്ക് ദുഃഖിക്കാനൊക്കും, എക്സ്ക്യൂസ് കണ്ടെത്താനൊക്കും. അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന സാഹചര്യത്തെ വളരെ സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്ത് ഇനി എനിക്ക് മുമ്പോട്ട് ഈ കാര്യത്തിനെ പഠിച്ച് ധ്യാനിച്ച് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കും എന്ന് നാം ചിന്തിക്കാം.
So stewardship is about handling the resources. ദൈവം നിങ്ങൾക്കും എനിക്കും കഴിവ് തന്നിട്ടുണ്ട്, റീസോഴ്സ് തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നാം പഠിക്കണം. എന്നാൽ അത് തെറ്റായ ഹാൻഡിൽ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം ഇപ്പം പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ 18-ാം വാക്യം, 24-ാം വാക്യം, 30-ാം വാക്യം, ഇത് മൂന്നിനും ഞാൻ 3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. 18-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, But he who had received the 1 talent went and dug in the ground and hid it master's money. 24-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, He also who had received the 1 talent came forward saying, Master, I knew you to be a hard man. മൂന്നാമത്തെ കാര്യം അത് 30-ാം വാക്യം, And cast the worthless servant into the outer darkness. In that place there will be weeping and gnashing of teeth. So dug in the ground, കുഴിച്ചു വെച്ചു. I knew you are a hard man. യജമാനെ കണ്ടുകൊണ്ട് ഈ വ്യക്തി പറയുക, എനിക്ക് താൻ ആരാന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. മൂന്നാമത്തെ, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയുടെ കാരണം കൊണ്ട് യജമാനൻ ഇദ്ദേഹത്തിനെ അയക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അന്ധകാരത്തിലേക്ക് ഇദ്ദേഹത്തിനെ അയക്കുന്നു. So stewardship is about the responsible investment. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സിനെ, അനുഗ്രഹത്തെ, താലന്തിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാ കാര്യം വിചാരിക്കുക. The first man started with 5 talents. ദൈവം അല്ലെങ്കിൽ യജമാനൻ ഒന്നാമത്തെ മനുഷ്യന് 5 താലന്ത് കൊടുത്തു. ആൻഡ് ഹി എൻഡഡ് വിത്ത് 10 talents. രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ച് നാം നോക്കുമ്പം അദ്ദേഹത്തിന് 2 താലന്ത് കൊടുത്തു. ആൻഡ് ഹി എൻഡഡ് ഇറ്റ് വിത്ത് 4 talents. അങ്ങനെ വരുമ്പം here we see both men achieved a 100% increase on what they had been given. 5 കൊടുത്തവൻ 10 ഉണ്ടാക്കി, 2 കൊടുത്തവൻ 4 ഉണ്ടാക്കി. So it is an increase of 100%. The best part is both men knew what the master is. യജമാന്റെ സ്വഭാവം ഈ 2 വ്യക്തിക്കും നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, യജമാനൻ കൊടുത്ത ആ പണം, അത് അല്ലെങ്കിൽ ആ താലന്ത് നഷ്ടപ്പെടുത്താതെ അത് നല്ല രീതിയിൽ അത് കൊണ്ടുപോയി വിനിയോഗിച്ചു. എന്നാൽ നമുക്ക് മൂന്നാമത്തെ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. The third man started with 1 talent and ended with 1 talent. സോ അവിടെ നമ്മൾ ഇക്കണോമിക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ബിസിനസ്സിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻക്രീസ് ഓഫ് നോട്ട് 100% ബട്ട് ഇൻക്രീസ് ഓഫ് ജസ്റ്റ് 0% ഇൻക്രീസ്. എന്നാൽ അതിലൊരു അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദി തേർഡ് മാൻ ന്യൂ, മറ്റേ 2 വ്യക്തികൾ അറിയുന്നത് പോലെ തന്നെ ദി തേർഡ് മാൻ ന്യൂ ഹിസ് മാസ്റ്റർ. എന്നാൽ അവിടെ ഞാൻ ഇതിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. യജമാനനെ അറിയാതെ പോയതാ ഈ വ്യക്തിയുടെ ദോഷം, ഈ വ്യക്തിയുടെ കുറവത്. മറ്റേ 2 വ്യക്തികൾക്ക് യജമാനനെ അറിയായിരുന്നു, അതുകൊണ്ട് യജമാനൻ എന്തെങ്കിലും ചെയ്യണം എന്നൊരു താല്പര്യവും ഈ 2 വ്യക്തിക്കുണ്ട്. എന്നാൽ മൂന്നാമത്തെ വ്യക്തിക്ക് ഇവിടെ പറയുന്നു, ഇദ്ദേഹത്തിന്റെ വാക്കാൽ ഇദ്ദേഹം പറയുന്നു, എനിക്ക് യജമാനനെ അറിയാം. എന്നാൽ വാസ്തവമായിട്ട് ഇദ്ദേഹത്തിന് യജമാന്റെ ഒരു കാര്യം പോലും അറിയത്തില്ലായിരുന്നു. Because he didn't know him, he didn't trust him. And because he didn't trust his master, he didn't do anything for the master. പലപ്പോഴും ആലയത്തിൽ വരുന്ന ഞാനും നിങ്ങളും ഈ സ്വഭാവക്കാരായിരിക്കാം. നമുക്കൊരു തോന്നലുണ്ട്, നമ്മൾ ഈ ത്രിയേക ദൈവത്തിനെ നമ്മൾ പൂർണ്ണമായിട്ട് അറിയുന്നു. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ സ്വല്പം പാടാ. വിശ്വസിക്കാൻ ഒക്കാത്തത് കൊണ്ട് പല പ്രവർത്തികൾ ത്രിയേക ദൈവം പറയുന്നത്, വചനം പറയുന്നത് നാം ചെയ്യാതെ പോകുന്നു. കാരണം നമുക്ക് വിശ്വാസമില്ലാത്തതിന്റെ കാരണം നമ്മൾ അറിയുന്നില്ല. The third man is afraid to do anything because he thinks the system is set against him.
ഈ മൂന്നാമത്തെ വ്യക്തി ഓർക്കുന്ന ഈ രീതിയിലാണ്. ഒന്നാമത്തെ വ്യക്തിയും രണ്ടാമത്തെ വ്യക്തിയും യജമാനും എല്ലാവരും കൂടി, മലയാളത്തിൽ പറയുവാണെങ്കിൽ ഇവനൊരു പണി കൊടുക്കുമെന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഈ പലപ്പോഴും മൂന്നാമത്തെ വ്യക്തിയെ ഞാൻ കാണുന്നത് ഒരു സഭയായിട്ടാണ്. The third man is like the church, or maybe your boss. I don't know. He or she might be a good person. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. So the third man is like the church or the boss or any situation that you think right now. So that's why we are afraid to do anything cause I think or cause you think that the system will come together and is set against me or the system is set against you. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. Many a time we don't take risk because we have the fear of failure. നമ്മൾ ഒരു നല്ല കാര്യം ചിലപ്പം പാസ്റ്റേറ്റ് കമ്മിറ്റി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കുന്നത് ചെയ്യണോ? കുടുംബമായിട്ട് നമ്മൾ ചിന്തിക്കും അത് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് അത് റിസ്ക് എടുക്കാൻ നമുക്ക് പാടാ. വാട്ട് ഇഫ് വി ഡോണ്ട് സക്സീഡ്? അത് നമ്മൾ ചെയ്താൽ നമ്മൾ പരാജയപ്പെട്ടു പോയാലോ? ആൾക്കാരെന്ത് പറയും? If we don't succeed, what will happen to my reputation? ഇന്ന് വരെയുള്ള പേര് ഏതാ? ഞാൻ 2020 വരെ കമ്മിറ്റിയിലും ആലയത്തിലൊക്കെ നല്ല പേരുണ്ടാക്കി, ഫെലോഷിപ്പിലൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഇന്ന് വരെ ചെയ്ത പ്രവൃത്തി ഒരിക്കലും അത് ഫെയിൽ ആയിട്ടില്ല. എന്നാൽ 2020 ജൂലൈ മാസം ചെയ്ത പ്രവൃത്തി അറിയാതെ തോറ്റുപോയാലോ? ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? സോ എൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. അത് മാത്രമല്ല, റെപ്യൂട്ടേഷൻ നമുക്ക് മാറ്റിവെക്കാം, നമുക്ക് ഉള്ള വളർച്ച നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ വാട്ട് വിൽ മൈ ക്രിറ്റിക്സ് സേ? ഉദ്യോഗത്തിൽ ആൾക്കാർ എതിർക്കുമോ? അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയും? സോ ഇങ്ങനെ ഇത്രേ കാര്യങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് ഈ മൂന്നാമത്തെ വ്യക്തിക്ക് വന്നിരുന്ന പരാജയം അതായിരുന്നു. ഇത്ര ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇദ്ദേഹം ആ പണം, ആ ടാലന്റ്, ആ റിസോഴ്സ് അവിടെ ചെന്ന് ചെലവാക്കാതെ, ഒന്നും കൊണ്ടുള്ള രണ്ടാക്കാതെ അദ്ദേഹം അവിടെ ചെയ്യുന്നത് അവിടെ കുഴിച്ചു വെക്കുന്ന നമുക്കറിയാം. അത് അണ്ടർടേക്കേഴ്സിന്റെ സ്വഭാവമാണ്, സെമിട്രിയിലുള്ള സ്വഭാവമാണ് കുഴിച്ചു വെക്കുന്നത്. ശവത്തെയാണ് നമ്മൾ കുഴിക്കുന്നത്. കുഴിച്ചെങ്ങനെയെങ്കിലും ആരും കാണാതെ. നമുക്കും പലപ്പോഴും അങ്ങനെയുള്ള സ്വഭാവം. ദൈവം തന്നിരിക്കുന്ന പല ടാലന്തും നമ്മൾ കുഴിച്ചു വെക്കാറുണ്ട്. എന്നാൽ അവിടെ അല്ല പ്രശ്നം വരുന്നത് 30-ാം വാക്യത്തിലാണ്. നമ്മൾ കുഴിച്ചു വെക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ, എനിക്ക് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ, ലെറ്റ് മീ സേ ദിസ് വെരി പ്യോർലി. ഞാൻ ഒരു സത്യം പറഞ്ഞോട്ടെ. ഇഫ് I do nothing with what God gives me, ദൈവം നൽകിയിരിക്കുന്ന ഈ റിസോഴ്സും കൊണ്ട് ഞാൻ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അത് ഉള്ള ഗുണമുള്ള ഒരു കാര്യമായിട്ട് അത് രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നില്ല, എന്നാൽ I will go to hell. I will go to the utter darkness. അതാ അങ്ങനെ, ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 30-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, and cast the worthless servant into the outer darkness. In that place there will be weeping and gnashing of teeth. പല്ലുകടിയും പിന്നെ വിലാപവും കരച്ചിലും ആയിരിക്കും അവിടെ. കാരണം ദൈവം നൽകിയ ഈ റിസോഴ്സിനെ ഞാൻ നല്ലതായിട്ട് മാനേജ് ചെയ്യാതെ. സോ ദ തേർഡ് മാൻ is standing for that Christian, or is standing for that person who comes to the church but never give their heart to Christ. നമ്മൾ ഒന്ന് പുറകോട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എത്ര ഞായറാഴ്ച ഞാനും നിങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആലയത്തിൽ. ഏതെങ്കിലും ഒരു ഞായറാഴ്ചയെങ്കിലും നമ്മുടെ ഹൃദയം, ദൈവം നൽകിയിരിക്കുന്ന നമ്മളെ അനുഗ്രഹം, ദൈവം നൽകിയിരിക്കുന്ന നമ്മളെ സമ്പത്ത് നമ്മൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇല്ലെങ്കിൽ പരിശോധിക്കണം. സമയം ഇപ്പോഴും ദൈവം നമുക്ക് ധാരാളമായിട്ട് തന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടേണ്ട മുമ്പേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കേണ്ടിയായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത് 21-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, well done, enter into the joy of your master.
ഒന്ന് ഞാൻ പറഞ്ഞത്, stewardship is about handling the resources. രണ്ട്, stewardship is about responsible investment. മൂന്ന്, stewardship brings the rewards when resources are handled precisely. ദൈവം നൽകിയിരിക്കുന്ന, ഏൽപ്പിച്ചിരിക്കുന്ന റിസോഴ്സിനെ, അനുഗ്രഹത്തെ, ടാലന്റിനെ നമ്മൾ നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കുമ്പം ദൈവം നമുക്ക് നൽകുന്നത് അനുഗ്രഹവും റിവാർഡ്സും. ഇവിടെ പറയുന്നത് വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു കമൻഡേഷനാണ്. ദൈവം കമൻഡ് ചെയ്യുക. രണ്ട്, യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ ഓവർ എ ലിറ്റിൽ. ഇത് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനാണ്, ഒരു എലിവേഷനാണ്. മൂന്ന്, എൻറ്റർ ഇൻ ടു ദ ജോയ് ഓഫ് എ മാസ്റ്റർ. അത് ഒരു ആഹ്വാനമാണ്. ഇറ്റ് ഇസ് എൻ ഇൻവിറ്റേഷൻ ബൈ എ മാസ്റ്റർ. ഇന്ന് നിങ്ങളും ഞാനും ചെയ്യുന്ന വാട്ട് ഐ ഡു റൈറ്റ് നൗ അറ്റ് പ്രസന്റ് ഡിറ്റർമൈൻസ് ഹൗ ഐ ആം ഗോയിങ് ടു സ്പെൻഡ് ദി എറ്റേണിറ്റി. നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി ആയിക്കോട്ടെ, എന്നാൽ അത് വളരെ പ്രാധാന്യം കുറിക്കുന്ന ചില കാര്യങ്ങളാണ്. വാട്ട് ആർ യുവർ ടാലൻസ് ദാറ്റ് യു ഹാവ് റൈറ്റ് നൗ? ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 5 ടാലന്റ് എന്തായിരിക്കാം? ഞാൻ ചിലപ്പം നിങ്ങൾക്കത് 5 ടാലന്റ് നിങ്ങൾ പേരുകൾ അതിനിടാം. എന്നാൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് the 4 അല്ലെങ്കിൽ the 5 months of a quarantine, അതൊരു ടാലന്റ് ആയിട്ടാണ് കാണുന്നത്. The job from home, അതൊരു ടാലന്റ് ആയിട്ടാണ് കാണുന്നത്. The precious time with your wife and with your spouse, with your kids, with your husband, with your friends, with your parents. I see that as a talent. With your behavior and with your opportunity. ഇങ്ങനെ 5 ടാലന്റിനെയാണ് ഞാൻ ഈ ദിവസങ്ങൾ, 4 മാസമായിട്ട് ഞാൻ കണ്ടത്. ദൈവം തന്നിരിക്കുന്ന ഈ ക്വാറന്റൈനെ, ഈ ഒരു ടാലന്റിനെ ഞാനും നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു? ദൈവം തന്നിരിക്കുന്ന വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ഒക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഇത്രയും നല്ലൊരു ഒരു മനോഹരമായ സമയം, ഒരിക്കലും കിട്ടാത്ത ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, പേരൻസുമായിട്ടുള്ള സമയം, ആ ടാലന്റിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു? ദൈവം നമുക്ക് പല സ്വഭാവങ്ങൾ നന്നാക്കാനുള്ള സമയമായത്. ഇനി നമ്മൾ ഓഫീസിൽ, നമ്മൾ സ്കൂളിൽ, കോളേജിൽ, നമ്മളായിരിക്കുന്ന ജോലി മേഖലയിൽ നമ്മൾ മടങ്ങി ചെല്ലുമ്പം നമ്മളെ കൂട്ടുകാർ, നമ്മളെ സ്നേഹിതർ നമ്മളെ കണ്ട് പറയണം, നിന്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ട്. നമുക്ക് വെയിറ്റ് മാത്രമല്ല പറയേണ്ടിയേ, സൗന്ദര്യത്തിലുള്ള വർധനം മാത്രമല്ല, സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാക്കണം. അതുകൊണ്ട് ഈ ടാലന്റിനെ, ദൈവം തന്നിരിക്കുന്ന ഈ ടാലന്റുകളെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നത്? ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള വിവേകം, അവസരം കർത്താവ് നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇറ്റ്സ് നോട്ട് വാട്ട് ഐ ഹാവ്, ഇറ്റ്സ് നോട്ട് വാട്ട് ഐ ഹാവ്, ബട്ട് ഇറ്റ്സ് വാട്ട് ഐ ഡു വിത്ത് വാട്ട് ഐ ഹാവ് മേക്സ് ദ ഡിഫറൻസ്. ഇറ്റ്സ് നോട്ട് വാട്ട് ഐ ഹാവ്, but it's what I do with what I have that makes a difference. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ഞായറാഴ്ച നമുക്ക് കാണാം. വെള്ളിയാഴ്ച സമയം നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ കടന്നു വാ. നമുക്ക് വെള്ളിയാഴ്ച ഫെലോഷിപ്പിലൊക്കെ നമുക്ക് സൂമിൽ ഫേസ് ടു ഫേസ് നമുക്ക് കാണാം. അതുവരെ ദൈവം ഏവരെയും സംരക്ഷിക്കട്ടെ. ദീനക്കിടക്കയിലോ ആരെങ്കിലും ആശുപത്രിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്നുവെല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ബാധിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചു, അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ചയിൽ
ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ പേരുകൾ വായിക്കട്ടെ. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തവർ എസ്തേർ ഐസക്, ജോസഫ് ചാക്കോ, മോഹൻ കെ ചാണ്ടി, അഞ്ജു അച്ചാമ മാത്യു, സാറ ജോൺ, മാത്യു മാമൻ, ലീന ലോയിഡ്, ബിഞ്ചു ഉമ്മൻ എബ്രഹാം, നിതിൻ ജോസഫ് കോശി, അന്നമ്മ മാമൻ, എബി പി ഡാനിയേൽ, വിനോ കുരുള സക്രിയ, ജോൺ ഗേവി, പ്ലാക്കീൽ ജോൺ കുര്യൻ, പ്രമോദ് തോമസ്, എൽസിബeth ആനന്ദ്, സിനി പി ഡി, ജേസൺ വി തോമസ്, അച്ചാമ ഐപ്ലി, ഓമന സക്രിയ, ബിജു ആർ, റേച്ചൽ തോമസ്, സുനിത വർഗീസ്, ജോയ് ജേക്കബ്, റിജോ ജോൺ വർഗീസ്, എൽസിബeth മാത്യൂസ്. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ സ്റ്റാൻലി ജോഷുവ ആൻഡ് കൽപ്പന ജോഷുവ, വിജയ് മാണി മാത്യൂസ് ആൻഡ് ഷീന മിരിയം മാണി, റജി സി കുര്യൻ ആൻഡ് റീത്ത റജി, ജോഷുവ ജോർജ് ടി ആൻഡ് മിരിയം ജോർജ്, ജോൺ തോമസ് ആൻഡ് സൂസൻ തോമസ്, ജോർജ് സ്റ്റെഫാനോസ് ആൻഡ് അനു സ്റ്റെഫാനോസ്, സണ്ണി ജോസഫ് ആൻഡ് സൂസൻ ജോസഫ്, റോണി പോൾ വർഗീസ് ആൻഡ് വീന ജേക്കബ്, മാത്യു എം എ ആൻഡ് സ്മിത മാത്യു. ഈ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിന്റെ ഈ സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത പ്രിയപ്പെട്ടവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അങ്ങ് അവരെ സഹായിച്ചു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ അങ്ങ് അവരോട് കൂടെയിരുന്നു. അദൃശ്യമായ സാന്നിധ്യത്താൽ അവരെ വഴി നടത്തി. നല്ല ആലോചനകൾ അവർക്ക് നൽകി. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും രോഗങ്ങളുടെയും നാളുകളിലൊക്കെ അങ്ങയുടെ കരങ്ങൾ അവർക്ക് കരുതലായിരുന്നു. ദൈവമായ കർത്താവെ, അവർ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ കരുതൽ തുടർന്നും അനുഭവിപ്പാൻ അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, സഭയായി ഒരുമിച്ച് ഞങ്ങൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള നാളുകളിലും ദൈവകൃപയുടെ നിരന്തരമായ സാന്നിധ്യം അവരനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, എല്ലാ നല്ല ദാനവും നിങ്കിൽ നിന്നാണ് വരുന്നതെന്നുള്ള പരിപൂർണമായ ബോധ്യത്തോടുകൂടെ നിലനിൽപ്പാൻ അവരെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ജീവിതയാത്രയിൽ മുൻപോട്ടുള്ള കാലങ്ങളിലൊക്കെയും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ കർത്താവെ, നിന്നെ മറത്തു പോകാതെ നിന്നിൽ മാത്രം ആശ്രയിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. തുടർന്നും കുടുംബജീവിതത്തിന് നന്മകൾ അനുഭവിപ്പാൻ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണം. ദൈവമായ കർത്താവെ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ നീയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വീണ്ടും ഒരാഴ്ചക്കാലം കൂടി ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. നാം ആയിരുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്ര സ്തുതിച്ചാലും മതിയാകാത്ത ആ ദൈവത്തിന്റെ കരുതലിന് വേണ്ടി നമുക്ക് നന്ദി കരയറ്റാം. ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തതായ പ്രയാസങ്ങളിൽ ഞങ്ങളായിരിക്കുന്നു. അവിടെയൊക്കെയും കർത്താവെ, അങ്ങനെയുള്ള പ്രത്യാശ നഷ്ടപ്പെടാതെ ജീവിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഈ മഹാവ്യാധിയുടെ നടുവിൽ ഞങ്ങളുടെ ഉള്ളിൽ ഭീതിയുണ്ട്. ഞങ്ങളുടെ ചുറ്റുപാടും സംഭവിക്കുന്നത് കാണുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമായ കർത്താവെ, നീ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയിക്കുവാനുള്ളത്. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളുടെ നടുവിലേക്കും ഇറങ്ങി വരുന്നവനായ അങ്ങേ മാത്രം ആശ്രയിപ്പാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിലൊക്കെ
ഞങ്ങളുടെ ഹൃദയങ്ങൾ നുറുങ്ങുന്ന സാഹചര്യത്തിൽ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ ആശ്വാസമുണ്ട്. ഇതും കഴിഞ്ഞു പോകുന്നുള്ളതായ വലിയ പ്രത്യാശയിൽ നിലനിൽപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് പരിപൂർണമായി കടന്നു വരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും എല്ലാം അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഈ സമയം സമർപ്പിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക്, ഞങ്ങളുടെ വേദനകൾക്ക്, ഞങ്ങളുടെ കണ്ണീരിന് അങ്ങ് മറുപടി നൽകണം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശേഷാൽ നമ്മുടെ ദേശത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, അനേകം ആളുകൾ ഈ വ്യാധിയുടെ നടുവിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ ഒക്കെയും ഈ രോഗത്തിൽ ആയിരിക്കുന്നു. ദൈവമായ കർത്താവെ, ഭീതിയുണ്ട്, പ്രയാസമുണ്ട്, എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയുകയില്ല. എന്നാൽ ഞങ്ങൾക്ക് ആശ്രയിക്കുവാനുള്ളതായ ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഞങ്ങൾ അറിയുന്നു. ദാവീദ് പറഞ്ഞതുപോലെ ഇസ്രയേലിൽ ഒരു ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് ഇന്ന് ഈ ലോകം അറിയുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ മഹാവ്യാധി ഈ ദേശത്ത് നിന്ന് മാറിപ്പോകുവാൻ അങ്ങ് സഹായിക്കണം. കർത്താവേ, ലോകത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആതുര ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവേ, അങ്ങ് എത്ര വലിയവനായി മഹാവൈദ്യനായ ആ ദൈവത്തിന്റെ കരം അവരിലൂടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, അവരവരുടെ ജീവിതത്തെ ഒക്കെ ഈ വലിയ മഹാവ്യാധിക്ക് മുമ്പിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ അങ്ങ് സുരക്ഷിതമായി കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഓരോ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ഹെൽത്ത് വർക്കേഴ്സിനെയും ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഈ രോഗത്തിന് ഇത്രയും വേഗം ഒരു വാക്സിൻ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ രാജ്യത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കാം. കർത്താവെ, ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങളുടെ അതിർത്തികൾ നടക്കുന്നതായ പ്രയാസങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. കർത്താവെ, സമാധാനം നൽകുന്നത് അങ്ങാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം, ഐക്യം ഉറപ്പിപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നേതാക്കന്മാരെയും ഗവൺമെന്റിനുമൊക്കെ കർത്താവെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവീകരങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഭരണാധികാരികളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിൽ കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുന്നില്ല. എന്റെ ദൈവമായ കർത്താവെ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഒക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് കൂട്ടായ്മ ഒരുമിച്ച് കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും, കൂട്ടായ്മ അനുഭവിപ്പാൻ സാധിക്കുന്നില്ല എങ്കിലും ദൈവമായ കർത്താവെ, ഞങ്ങളുടെ മനസ്സുകൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് കരങ്ങളെ കോർത്ത് ഭാരങ്ങളെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ ഈ നാളുകളിൽ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ തിരുസന്നിധിയിൽ ഏറ്റവും വിലയേറിയതായി തീരുവാൻ തക്കണം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞങ്ങൾ ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ലോകം പ്രവേശിച്ചിരിക്കുന്നു. കർത്താവെ, ഈ വർഷത്തിന്റെ പകുതി മാസങ്ങൾ കടന്നുപോയി. ദൈവമായ കർത്താവെ, അപ്പോൾ അവിടെയൊക്കെ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. പ്രിയ കർത്താവെ, ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ
പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളോട് ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഹൃദയത്തിൽ എവിടെയൊക്കെയോ ഞങ്ങൾക്ക് ഒരു ആശ്വാസവും പ്രത്യാശയും ഒക്കെ അങ്ങ് നൽകുന്നുവല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുവെന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കുന്നുവെന്നുമുള്ളതായ വലിയ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ അറിവിലും അറിയപ്പെടാതെയും ഞങ്ങളുടെ സഭയിലും ഒക്കെ രോഗത്താൽ ഭാരപ്പെടുന്നവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവെ, അങ്ങ് മഹാവൈദ്യനായി അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അങ്ങ് തൊട്ടാൽ, അങ്ങ് നോക്കിയാൽ കർത്താവെ സൗഖ്യമുണ്ടല്ലോ. ദൈവമായ കർത്താവെ, ആ പരിപൂർണ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഓരോ രോഗികളെയും ഭാരം അനുഭവിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് കരുതണമേ, പരിപാലിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഓരോ സംഘടനകളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിമൻസ് ഫെലോഷിപ്പിനെ ഏൽപ്പിക്കാം. യൂത്ത് ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ചർച്ച് കമ്മിറ്റിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തെ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവെ, അവരുടെയും ഒക്കെ ഈ നാളുകളിലായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. പ്രവർത്തനങ്ങളൊക്കെ കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചെയ്യുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. ദൈവത്തിന്റെ കരുതൽ അവരുടെ ജീവിതയാത്രയിലും എല്ലാം ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പ്രായമായവരെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ നാളുകളിലൊക്കെ അനേകം ആളുകൾ ഭവനങ്ങളിലായിരിക്കുന്നു. ദൈവമായ കർത്താവെ, അവരുടെ ആരോഗ്യത്തെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളുടെ ആയുസ്സിന്റെ മേലും ആരോഗ്യത്തിന്റെ മേലും ജീവന്റെ മേലും എല്ലാം അധികാരം അങ്ങേക്ക് മാത്രമാണല്ലോ. കർത്താവെ, ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും കർത്താവെ, അങ്ങയുടെ കരുതൽ അനുഭവിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പ്രായമായവരെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. കർത്താവ്, ഈ നാളുകളിലൊക്കെ അനേകം ആളുകൾ ഏകാന്ത സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുന്നു. കർത്താവ്, അനേകം ആളുകൾ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നു. അനേകം ആളുകൾക്ക് കർത്താവെ അവരുടെ ബിസിനസ്സുകൾ വലിയ നഷ്ടത്തിലേക്ക് ആയിരിക്കുന്നു. അതിന്റെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. കർത്താവെ, മുൻപിലേക്ക് നോക്കുമ്പോൾ ഇത് എന്താകുമെന്നും കർത്താവെ ശൂന്യത മാത്രം നിലനിൽക്കുന്നതായ ഒരു സാഹചര്യത്തിലൂടെ അവർ ആയിരിക്കുന്നു. ദൈവമായ കർത്താവെ, മനസ്സിൽ ധൈര്യം അങ്ങ് നൽകണമേ. കർത്താവെ, പ്രതികൂലങ്ങളെ നൽകുന്നവൻ അതിൽ നിന്ന് കരകയറ്റുവാൻ പ്രാപ്തനാണെന്നുള്ളതായ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം, എന്റെ ദൈവം എന്നോടുകൂടി ഉണ്ടെന്ന് ഉള്ള വിശ്വാസത്തിൽ നിൽപ്പാൻ തക്കവണ്ണം, ഈ സാഹചര്യങ്ങൾ മാറിപ്പോകുമെന്നും എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ അനുഗ്രഹത്തിലേക്ക് ഉയർത്തുവാനാണ് എനിക്ക് പ്രതികൂലങ്ങൾ തന്നിരിക്കുന്നതെന്നുള്ള വിശ്വാസത്തിൽ നിൽപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെ പ്രത്യേകമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ മാറ്റുവാൻ, കണ്ണീരിനെ മറികടക്കാത്തതായ ദൈവം ആ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവമായ കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കണമേ. തലമുറയെ നൽകുവാൻ അങ്ങേക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവെ, ഹന്നായുടെ കരച്ചിൽ കേട്ട് കർത്താവെ ഒരു പുത്രനെ നൽകിയ ഒരു ദൈവമാണെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് അങ്ങ് അനുഗ്രഹങ്ങളെ നൽകുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ വിശ്വാസത്തോടുകൂടി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കുടുംബത്തിൽ അസ്വസ്ഥതകളോട് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അങ്ങ് സമാധാനം നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാണ്, നടത്തിപ്പുകാരനാണ്. കർത്താവെ, അങ്ങാണ് വിവാഹത്തിലൂടെ കർത്താവെ ഈ രണ്ടുപേരെ ഒരുമിച്ച് ചേർത്തത്. കർത്താവെ, പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്നെങ്കിലും പ്രതികൂലങ്ങളിലൂടെ അവർ കടന്നു പോകുന്നെങ്കിലും കർത്താവെ, കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ കർത്താവെ, ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ അങ്ങ് സഹായിക്കണമേ. ഹൃദയങ്ങളെ മാറ്റുവാൻ, ഹൃദയങ്ങളിൽ നല്ല ചിന്തകളെ നൽകുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിനെ അവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ നാളുകളിലൊക്കെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ദൈവമായ കർത്താവെ, അങ്ങ് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, ജോലിയുടെ നഷ്ടപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവെ, അവരുടെ സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ.
കർത്താവെ പുറത്തു പറയുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും സാധിക്കാത്തതായ വേദനകളിലൂടെ അങ്ങനെയുള്ളവർ കടന്നു പോകുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ ആശ്വാസവും പുതിയ വഴികളും വാതിലുകളും അങ്ങ് തുറന്നു നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദക്ഷിണേന്ത്യാ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അഭിവന്യ ബിഷപ്പ്മാരെയും വൈദികരെയും സഭാ ശുശ്രൂഷകരെയും മിഷൻ ഫീൽഡുകളെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അവരുടെ ശുശ്രൂഷകളിലൊക്കെയും ദൈവത്തിന്റെ കരുതലും കാവലും സ്നേഹവും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവീകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റോബിനച്ഛനെ കുടുംബമായി ഏൽപ്പിക്കാം. കർത്താവെ, അച്ഛനുമൊക്കെ നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ക്രമീകരണങ്ങളിലൊക്കെയും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. കർത്താവെ, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട അനേകം ആളുകളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടവരുണ്ട്. ദൈവമായ കർത്താവെ, ഈ സമയം അവരെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയാം. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പക്ഷെങ്കിൽ ഞങ്ങളോട് പ്രാർത്ഥന അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവമായ കർത്താവെ, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുവാൻ തക്കോണം അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെല്ലാം നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെയും എല്ലാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നതിനായ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടെന്നുള്ളതായ ഉറപ്പും ധൈര്യത്തോടും കൂടെ നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവീകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തിയിടും ഞാരോടും എൻ സഹായം വാഴും ഭൂമി അഖിലം വാഴും എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഇസ്രായേലിൻ കാവൽക്കാരൻ ഇന്ദ്രഭാരം തൂങ്ങുന്നില്ല. പാലകൻ ഇല്ലരിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ ഇല്ലരിക്ക് ഖേദമൊട്ടും. ശത്രുഭീതി മാത്രതോറും കാത്തിടുന്നു. നീതിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു. നീതിൻ പാതകളിൽ നിത്യവും ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണിൽ തുണയാരോടും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം
പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലകർമ്മങ്ങളുടെ പിതാവേ, അയോഗ്യരായ ഞങ്ങളും സകല മനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ട് മാർഗകരണയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും ബോധത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ആളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കർമ്മങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും ബോധവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷിച്ച പ്രകാരം നൽകുമെന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാറിയ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെ അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്നുകൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. രാജ്യം വരണമേ. പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടന്ന ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തോടെ ആശീർവാദത്തെ കൈക്കൊള്ളുകയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തെരുമാറാകട്ടെ. ഇന്ന് ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നാം വീണ്ടും ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ്. ഈ ആഴ്ചയിൽ ഇളവുകൾ ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ നാളുകളിലൊക്കെയും പ്രാർത്ഥനയിൽ അന്യോന്യം ഓർപ്പാനും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സുരക്ഷിതരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിൽ നമുക്ക് നന്ദി കരയറ്റാം. ജീവിത സാഹചര്യങ്ങളിൽ കൂടുതലായി ദൈവത്തോട് അടുക്കുവാനും ദൈവവചനത്തെ ധ്യാനിപ്പാനും ഒക്കെ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ഓഫർട്രിയും അതുപോലുള്ള സബ്സ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അനേകം ആളുകൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ സാധാരണ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സ്വത്രാഴ്ച സമർപ്പിക്കുന്നവരാണല്ലോ. അപ്പോൾ അതുപോലെ ആരാധനയ്ക്ക് ശേഷം അനേകം ആളുകൾ ഞായറാഴ്ച ആരാധനയിൽ ഓഫർട്ടിൽ സമർപ്പിക്കുന്ന പോലെ അത് ട്രാൻസ്ഫർ ചെയ്യുവാൻ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കാണുവാൻ ഇടയായി. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരാധനയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഈ ആഴ്ചകളിലൊക്കെ ഓഫർട്രി അല്ലെങ്കിൽ അതുപോലുള്ള സബ്സ്ക്രിപ്ഷനും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നവര് കൃത്യമായ ഫാമിലി കോഡോടുകൂടിയുള്ള ഡീറ്റെയിൽസ് ട്രഷറാർക്ക് അയച്ചു നൽകണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ ഓർക്കാം. വെള്ളിയാഴ്ച പതിപോലെ നമ്മുടെ സൂമിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച വൈകിട്ട് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ വരുവാനിരിക്കുന്നതായ റോബിനച്ഛനും ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആരാധനയ്ക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് സമയം നമ്മളൊരു അച്ഛനുമായി ഇന്ററാക്ഷൻ ചെയ്യുവാനൊക്കെ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളുടെ അച്ഛന് പരിചയപ്പെടുവാനും നമുക്കും അച്ഛനെ പരിചയപ്പെടുവാനുമുള്ളതായ
സാഹചര്യമാണ്. അതുകൊണ്ട് കഴിവതും ആളുകൾ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.